അടിസ്ഥാനപരമായി ഞാനൊരു ബുദ്ധിസ്റ്റാണ്. അടിസ്ഥാനപരം സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനാണ് എന്നെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ പ്രവാചകനായ തിരുനബീനെ ബുദ്ധൻ എന്നാ വിളിക്കുക. നമ്മൾ ധരിക്കുന്നത് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണെന്നല്ല, ബോധോദയം ഉണ്ടായ ആൾ എന്നാണ് അർത്ഥം. ബുദ്ധത്വം എന്ന് പറയുന്നത് ബോധോദയം ഉണ്ടാകുമ്പോൾ ബുദ്ധനായിട്ട് മാറും. അത് BC-യിൽ ഗയയിലെ പിപ്പില മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധന് ബോധോദയം ഉണ്ടായത്. പിന്നെ അത് ആ മരച്ചോട്ടിലേക്ക് പോയിട്ടുമില്ല കേട്ടോ. ആ മരച്ചോട്ടിലേക്ക് പിന്നെ പോയില്ല. പിന്നെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ പോകുന്നു. അവസാനം മഹാപരിനിർവാണം നടക്കുന്നത് ഇന്നത്തെ UP-യിൽ കുശിനഗര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച. തിരുനബിയും ഹിറാ ഗുഹയിൽ വെച്ചാണ് ബോധോദയം ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അവിടുന്ന് ഇറങ്ങി വന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു മഹാത്ഭുതവും കാണിക്കാത്ത ലോകത്ത് അത്ഭുതങ്ങൾ സിദ്ധികളൊന്നും കാണിക്കാത്ത അങ്ങനെയൊക്കെ ആളുകൾ എന്നാണ്. ഇപ്പോൾ അടുത്ത ദിവസം നമുക്ക് പറഞ്ഞു വലിയ സിദ്ധി ഉണ്ടെന്നുകൊണ്ട് കൃഷ്ണതീർത്ഥം എന്നുകൊണ്ട് കുടിച്ചുകൊണ്ടിരുന്നത് AC നിന്ന് വരുന്ന വെള്ളമായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു അത്ഭുതമില്ല. അതുകൊണ്ട് പ്രവാചകൻ അങ്ങനെ ഒരു അത്ഭുതവും കാണിക്കാൻ പോയിട്ടില്ല. മാജിക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഭസ്മം എടുത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല ഓരോരുത്തർ ആൾ ദൈവങ്ങൾ. ബുദ്ധൻ്റെ ജീവിതത്തിലൊരു സന്ദർഭം പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് മരിച്ചുപോയി ഒരമ്മയുടെ. അപ്പോൾ ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് നിലവിളിച്ചു വരികയാണ്. ഈ കുഞ്ഞിന് ജീവൻ കൊടുക്കണം, ജീവൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ജീവൻ തരാം, തീർച്ചയായിട്ടും ഞാൻ തരാം. എന്താ ചെയ്യണം? അതേ പറഞ്ഞത് ഈ നിൽക്കുന്ന പ്രദേശത്ത് കൃത്യമായി കുറച്ച് വീടുകൾ അധികം എണ്ണി തിട്ടപ്പെടുത്തുക. ആ വീട്ടിൽ പോയിട്ട് കടുക് മേടിച്ചുകൊണ്ട് വരാം. എളുപ്പമാണല്ലോ അല്ലേ? എന്താ പ്രയാസമില്ല. വീട്ടിൽ കടുക് മേടിച്ചുകൊണ്ട് വരിക. ആ കടുകാണ് മേടിച്ചുകൊണ്ട് വന്നാൽ മതി. ആ വീട്ടിൽ നിന്ന് കുറച്ച് കടുകാണ് മേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ കുട്ടീനെ ജീവൻ തരാം. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്. ആ വീട്ടിൽ ഒരു പരമ്പരയിലും മരണം നടന്നിരിക്കരുത്. പറ്റുമോ? ഒരു പരമ്പരയിലും മരണം നടന്നിരിക്കരുത്. പറ്റില്ല. അതാണ്. അപ്പോൾ അതാണ് ഇത് ഒരു അനിവാര്യമാണ്. 19 കൊല്ലക്കാലം അദ്ദേഹം അന്വേഷിച്ച് നടത്തിയത് ദാരിദ്ര്യം മാറുമോ ഒക്കെ മാറുമോ എന്നൊക്കെ ചോദിച്ചു. ഒന്നും എല്ലാം ജീവിതത്തിൻ്റെ അനിവാര്യതകളാണ്. മരണം അല്ലേ? ദാരിദ്ര്യം, രോഗം, യുദ്ധം, മർത്യജീവിതത്തിൻ്റെ വേരിലും തടിയിലും പൂവിലും കയ്പിൻ ഗന്ധം എന്ന് G. ശങ്കരക്കുറുപ്പ് പാടിയിട്ടില്ലേ? ഇതെല്ലാം അനിവാര്യത. പ്രവാചകനായ തിരുനബിയും ഇതേ തരത്തിലുള്ള ഈ അനിവാര്യതകൾ അതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊക്കെ അംഗീകരിച്ചു കൊണ്ട് മാജിക്ക് കാണിക്കാനൊന്നും പോയില്ല. ജനങ്ങളുടെ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ള ജലത്തിൻ്റെ പ്രശ്നങ്ങൾ, ചില പാരിസ്ഥിതികമായ നിലപാടുകൾ, പിന്നെ സമസ്ത ജീവജാലങ്ങളോടും കാണിക്കേണ്ടുന്ന കാരുണ്യം, അത് ഏറ്റവും പ്രധാനമായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യത്തിലേക്ക് വരാം. അതാവും കുറച്ചുകൂടി നന്നായിട്ട് ഒരു വർത്തമാന കാലത്ത് നിന്ന് പറയാൻ എളുപ്പം അതായിരിക്കും എന്നല്ല. മറ്റേ ധാരാളം ആളുകൾ പറഞ്ഞു പോകുന്ന ടിപ്പു സുൽത്താൻ മലബാറിൻ്റെ അധികാരം പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചെറിയൊരു കാലയളവ്. മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളതായിരുന്നു. ടിപ്പു സുൽത്താൻ വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മേൽച്ചാർത്ത് സമ്പ്രദായം ഇനി പറ്റില്ല. ജന്മിമാരെ കയ്യിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത് കഴിയുന്ന ആളുകളെ അവിടുന്ന് കുടിയിറക്കിയിട്ട് അന്ന് കുടിയിറക്കി മേൽച്ചാർത്ത് സമ്പ്രദായം അനുവദിക്കില്ല. കാണം എന്ന് പറയുന്ന അറിയാം, അതൊക്കെ അധികം റേത്വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി അതിന് നികുതി ഏർപ്പെടുത്തണം. മറ്റൊന്ന്, കന്നുകാലികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കൽത്തൊട്ടികൾ ഉണ്ടാക്കണം. വേറൊന്ന്,
എൻ്റെ മലബാറിൽ, എൻ്റെ രാജ്യത്ത് സ്ത്രീകൾ മാറുമറയ്ക്കുക തന്നെ വേണം. എന്തുകൊണ്ടാച്ചാൽ ഇതൊക്കെ എൻ്റെ പ്രവാചകൻ്റെ കൽപ്പനയാണ്, എൻ്റെ മതത്തിൻ്റെ ആശയമാണ്. കാരണം അപ്പോൾ നമ്മൾ നോക്കി എന്താ ഈ ഭൂമിയിലെ അവകാശവും പ്രവാചകനും തമ്മിൽ എന്താ ബന്ധം ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രം, കൃഷിഭൂമിയുടെ അവകാശി അതിൽ പണിയെടുക്കുന്നവനാണ്, അതിൽ കൃഷി ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നതാണ് അതിൻ്റെ ആശയം. അത് വളരെ പ്രധാനം ആണ് ആദ്യം ചെയ്തത്. മറ്റൊന്ന്, എല്ലാ ജീവജാലങ്ങളെയും നല്ലോണം പരിഗണിക്കണം. അതുകൊണ്ടാണ് അത് ടിപ്പു ഈ കൽത്തൊട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കും. കാരണം കന്നുകാലികൾക്ക് കുടിക്കാനുള്ള വെള്ളം അതിൽ ഉണ്ടാകണം. ഉറുമ്പുകളെ കൂടി സംരക്ഷിക്കണമെന്ന് ടിപ്പു പറഞ്ഞല്ലോ എന്നൊക്കെ അറിയില്ല. അത്ര ഡീപ്പായിട്ട് പോയാൽ ഉറുമ്പുകളുടെ ജീവിതത്തിനും വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് പ്രവാചകൻ്റെ ഒരു കൽപ്പന. മറ്റൊന്ന്, ഈ പറയുന്ന മാറുമറയ്ക്കുക എന്നുള്ളത് ചില കലാപത്തിലേക്കൊക്കെ നയിച്ച ഒരു വലിയ ആശയം അതായിരുന്നു. അത് മമ്പറന്നകളും ഇത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇസ്ലാമാണ്, മുസൽമാനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളൊക്കെ മാറുമറയ്ക്കുക തന്നെ വേണം. അതാണ് പിന്നീട് ചെറൂർ പടയിലേക്കൊക്കെ നയിക്കുന്ന യഥാർത്ഥ ആശയം. നമ്മളതൊക്കെ മറച്ചു പിടിക്കായിരുന്നു. അതാ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ മാറുമറയ്ക്കണം എന്നല്ല, മാറുമറയ്ക്കാനുള്ള വസ്ത്രം ഞാൻ അനുവദിക്കും. അതിനദ്ദേഹം വസ്ത്രം അനുവദിച്ചു. ഞാൻ പറയുന്നത് എങ്ങനെയാണ് പ്രവാചകനും ഇസ്ലാമും എന്താ പറയുക ആയിരത്താണ്ടുകൾക്ക് ശേഷമുള്ള സ്വാധീനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് അദ്ദേഹം, പല മുഖങ്ങളാണ് പ്രവാചകൻ. ഒന്ന് നവോത്ഥാന നായകനാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നവമായ ഉത്ഥാനം. കാരണം ഒരു ജനതേനെ അതിൻ്റെ വർത്തമാനകാല ജീർണതകളിൽ നിന്ന് അതിനെ രക്ഷിക്കുക. ഇപ്പോൾ ലോകത്ത് തന്നെ നമ്മൾ പറയുന്ന രാഷ്ട്രസങ്കല്പങ്ങളൊക്കെ രൂപപ്പെട്ടു വരിക, ബഹുസ്വരമായ രാഷ്ട്രസങ്കല്പങ്ങളൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വിസ്മയകരമായ ഒരു അധ്യായമായി മദീന എന്ന് പറയുന്നതുണ്ടാകും. മദീനയിലെ അത്യന്തം ബഹുസ്വരമായ ജീവിതം. ജൂതന്മാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും ചേർന്നാണ് മദീന എന്ന് പറഞ്ഞത്. കാരണം പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അത് ഉദയം ചെയ്യുന്ന കാലഘട്ടത്തിൽ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ ബഹുസ്വരമായിരുന്നു സമൂഹം. എല്ലാ വിഭാഗം ആളുകളുണ്ട്. മാത്രമല്ല പ്രവാചകൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ കാലഘട്ടത്തിലും അവിടുത്തെ എല്ലാം അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ തന്നെ പൂർണ്ണമായും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഒന്നുമില്ല. ഇതൊക്കെ പിന്നീട് എത്രയോ വർഷങ്ങൾ കൊണ്ടുവന്ന അതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു വളരെ ബഹുസ്വരമായൊരു ജീവിതത്തെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം പലപ്പോഴും ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെയും ഒക്കെ ആണല്ലോ. ഒന്ന് നമ്മൾ കാണേണ്ടത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹ്യ ഘടന. അതാണ് നമ്മളിപ്പോഴത്തെ ഒരു ഡിവൈസ് വെച്ചിട്ടും അളക്കാൻ സാധിക്കില്ല. 1400 കൊല്ലം മുമ്പത്തെ ഒരു സാമൂഹ്യ ഘടനയുണ്ട്. ആ ഘടന എങ്ങനെയാണ്? ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ധാരാളം, പ്രത്യേകിച്ചും സഹോദരിമാരിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒക്കെ പ്രോഗ്രാമിൽ, അവരെ പോഷക സംഘടനയുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം അവർ സ്ത്രീ സമൂഹത്തെ കൂടി ചേർത്ത് നിർത്തും, അവരെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. പ്രവാചകൻ അങ്ങനെയാണ്. ഒരിക്കലൊരു വലിയവരിങ്ങനെ സംസാരിക്കുക, അത് ഞാനും അത്തരം വേദിയിൽ ഒക്കെ പോകുമല്ലോ. അപ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ അളവറ്റ കാരുണ്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, പ്രവാചകൻ്റെ പള്ളിയിൽ വൃത്തിയാക്കാനൊക്കെ വരുന്ന ഒരു സ്ത്രീയെ ഒരു ദിവസം കാണാനില്ല. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എവിടെയാണ് അവർ ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ അവർ മരിച്ചു പോയി. അപ്പോൾ എനിക്ക് അവരുടെ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ്റെ അളവറ്റ കാരുണ്യം, ഞാൻ തിരിച്ചെൻ്റെ മറുപടി പറഞ്ഞപ്പോൾ പിന്നെ കാരുണ്യമൊക്കെ അവിടെ നിൽക്കട്ടെ,
കാരുണ്യം പരിഗണന എന്നുള്ള രീതിയിലൊക്കെ നിൽക്കട്ടെ. അത് നമ്മളിങ്ങനെ പറയില്ല ഉറുമ്പിലൂടെ, അതൊക്കെ നിൽക്കട്ടെ. അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ കാലഘട്ടത്ത് ഈ പള്ളിയൊക്കെ വൃത്തിയാക്കാനായിട്ട് സ്ത്രീ സമൂഹം ഉണ്ടായിരുന്നു അല്ലേ? ഇനി എപ്പോഴേ അതൊക്കെ ഇല്ലാതെയായത്? എപ്പോഴേ? അത് തിരിച്ചു ചോദ്യം ചോദിക്കണ്ടേ? അത് ചോദിക്കണം, അതിന് ഉത്തരമില്ല എന്നുള്ള. ഇപ്പം ഞാൻ സാധാരണയായിട്ട് വീട്ടിൽ, മുഹമ്മദിനൊക്കെ അറിയാം എൻ്റെ വീടിൻ്റെ ഉമ്മറത്തുനിന്ന് ഒരു പ്രത്യേക കോണിയുണ്ട്, എൻ്റെ എഴുത്തുമുറിയിലേക്കും ഒക്കെ. അവിടെയാണ് എൻ്റെ ഒരു കിടപ്പുമുറി ഒക്കെ അവിടെയാണ് എൻ്റെ എഴുത്തുമുറി, എൻ്റെ ലൈബ്രറിയൊക്കെ. സാധാരണയായിട്ട് ഞാൻ ഇപ്പോൾ പിന്നെ എൻ്റെ പേരക്കുട്ടി, എൻ്റെ മരുകളൊക്കെ ഉണ്ട്. മുമ്പ് ഞാനും ഭാര്യയും മാത്രമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വളരെ രാത്രി പാതിര കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ വാതിലടച്ച് കിടന്നോളൂ. എൻ്റെ ലൈബ്രറി റൂമിൻ്റെ അത് തുറന്നിട്ടാൽ മതി. അവിടെ ടോയ്ലറ്റ് ഉണ്ട്, അതിലൊരു ടവൽ അവിടെ കൊണ്ടുപോയിടണം. എന്നിട്ട് നിങ്ങൾ കിടന്നോളൂ. ഇത് ആരുടെ പാടാണെന്നറിയാം? അത് എൻ്റെ മാഷിനെ പഠിപ്പിച്ച, ആ മാഷിയുടെ പേര് മുഹമ്മദ് നബി എന്ന. അത് എന്നെ പഠിപ്പിച്ചൊരു പാടാണ്. എന്താണ്? അസമയത്ത് നിങ്ങൾ കച്ചവട യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അസമയത്ത് കയറി വതരാക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ ദയവ് ചെയ്ത് സ്ത്രീകളെ ശല്യപ്പെടുത്തണ്ട. ആ വല്ല ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിലും കൂടി കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് വന്നാൽ മതി. കാരണം ഇവർ ഈ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പാചകം ചെയ്ത് എന്തൊരു പ്രയാസം എന്നറിയോ? അറേബ്യയിൽ ജീവിച്ചാലേ അറിയുള്ളൂ. എത്ര ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവരണം. അങ്ങനെ ആകെ തളർന്നു വിഷമിച്ച് കിടക്കുന്ന ഈ സഹോദരിമാരെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എത്രയുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ എത്രയോ പാഠങ്ങൾ ഇത് കണ്ടാൽ മതി. പക്ഷെ നമ്മളെന്ത് വെച്ചാൽ ഇതിനൊക്കെ ഇങ്ങനെ വലിയ തോതിൽ അടുത്തിടെ തന്നെ ഒരു സംവാദ വേദിയിൽ എനിക്ക് പറയേണ്ടി വന്നൊരു കാര്യമാണ് പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞത് അത് പല കാര്യങ്ങളൊന്നും, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിവാദപരമായ ഒരു കാര്യമാണ്. അതിൽ പലപ്പോഴും പറയുന്നത് അതിൽ ചില ഭക്തിമാരുമായിട്ട് പ്രവാചകന് ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടി വരും. കാരണം അത് സംരക്ഷണം എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തെ മുൻനിർത്തിയാണ് അത് സംഭവിക്കുന്നത് കൂടി നമ്മൾ കാണണം. അല്ല, ശാരീരികമല്ല അത്. കാരണം ഈ ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പുരുഷന്മാരുടെ എണ്ണത്തിൽ ക്രമാതീതമായി കുറവ് വന്നു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് സംരക്ഷണം വേണം. പിന്നെയോ ലൈംഗികമായ ആവശ്യങ്ങളും കാണും. ഇപ്പോൾ ലൈംഗികത അങ്ങനെ വലിയ പാപമായിട്ട് നിൽക്കണ്ട കേട്ടോ. മനുഷ്യരെ സംബന്ധിച്ചോളം ആഹാരം പോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം അത്. ഇതിനൊന്നും ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പുനർവിവാഹം ഇസ്ലാം അത് വേണമെന്ന് നിർബന്ധിക്കാനുള്ള കാരണം അതാ. കുറച്ചൊരു നിർബന്ധം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വേണ്ടാത്തവർക്ക് വേണ്ട, പക്ഷേ അത് അനുവദിക്കാനുള്ള കാരണം അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പരദേശി ബ്രാഹ്മണരുടെ സമൂഹത്തിൽ മുട്ടച്ചമ്മയാരെന്നൊന്ന് വാക്ക് കിട്ടണ്ട. ചെറിയ പ്രായത്തിൽ വിധവയായാൽ പിന്നെ വീട്ടിലെ ഒരു ചടങ്ങുകളിലും പങ്കെടുക്കാതെ മുട്ടയടിച്ച് ശിഷ്ടകാലം ജീവിക്കണം. എന്തൊരു കഷ്ടം എന്നുള്ള ചുക്കു. ഇസ്ലാം ഒരിക്കലും അത്തരത്തിലുള്ള ആശയഗതികളെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അത് പ്രവാചകൻ്റെ ഒരു ആശയത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇനി ഈ ഒന്നിലധികം വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ തിരിച്ച് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്ന് വന്ന ഉടനെ നിയമം മൂലം അദ്ദേഹം നിരോധിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ കൊണ്ട് നടക്കുന്ന വളരെ മോശപ്പെട്ട ഒരു സാമൂഹ്യ ഘടന ഹിന്ദു സമുദായത്തിൽ ഉണ്ടായി. പ്രത്യേകിച്ചും ഞാൻ നായരാ, എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ടായി. ഭർത്താവ് വരുന്ന സമയത്ത് പായ പുറത്ത് വെച്ചാൽ വേറെ ആൾ കയറിയിട്ടുണ്ട് തന്നെ. ഇതൊക്കെ കണ്ടതല്ലേ നമ്മൾ. പറയാതെ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഹിസ്റ്ററിയിൽ ഉള്ള സംഭവം. അത് ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ അത് നടക്കോ? ഇല്ല. എല്ലാ സമുദായത്തിനകത്തും നമ്മൾ കാണാൻ എല്ലാ സമുദായം എന്നല്ല പറയുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ജനജീവിതത്തെ എടുത്ത് നോക്കിയാലും അതിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള മോശപ്പെട്ട സംഭവങ്ങൾ നടന്നിരിക്കാം. ഇല്ലയെന്നും പറയുന്നില്ല. അതിനെയാണ് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നത്. ആ റിഫൈൻ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ നവോത്ഥാനം.
പ്രവാചകൻ ആരോ ചോദിച്ചാൽ വലിയ നവോത്ഥാന നായകനാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം മാറ്റിയെടുത്ത സംഭവങ്ങളുണ്ട്. ഒരു ചിട്ടയില്ലാത്ത സമൂഹത്തിലേക്കാണ് അദ്ദേഹം എന്ത് കൊണ്ടുവരുന്നത്? ഈ പറയുന്ന നിസ്കാരം, അല്ലേ, അത് വരുന്നു. പിന്നൊന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നോമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു. പക്ഷേ ഇതിന് രണ്ടിനെയും കാണുമ്പോൾ വേറെ ഒന്നുകൂടി കാണണം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അനാഥരുടെ സംരക്ഷണം. അതുകൊണ്ടാണ് OV വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ ഒരനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ലാളിക്കരുത്, ആ കുഞ്ഞിനത് തീരാത്ത വേദനകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ തിരുനബിയെ പോലുള്ള ഒരു അധ്യാപകന് എനിക്ക് പരിചയമില്ല എന്ന് OV വിജയൻ എഴുതി വയ്ക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇതിനൊക്കെ ഒരു വലിയൊരു തലത്തിൽ കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ നേരത്തെ മുഹമ്മദ് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ പ്രവാചകനാണ്. പകയും വിദ്വേഷമുണ്ടോ? ഇല്ലല്ലോ. തായിഫ് വെച്ച് അദ്ദേഹത്തിനെ കല്ലെറിയപ്പെട്ട സമയത്ത് മലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലകൾ കൂട്ടിയിടിച്ച് അങ്ങനെ കല്ലെറിഞ്ഞവരെ കൊന്നുകളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന ഉത്തരം അയ്യോ അരുത് എന്ന. എന്താ? അവരൊന്നും ശത്രുക്കളല്ല. അജ്ഞത കൊണ്ട് അവരങ്ങനെ ചെയ്തു പോയതാണ്. നാളെ എൻ്റെ സത്യമാർഗത്തിലേക്ക് വരേണ്ടവരാണ്. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകളോട് കലഹിക്കുമ്പോൾ വർഗശത്രു എന്ന് പറയുന്ന ആശയത്തോടെയും വലിയ തോതിൽ കലഹിക്കാൻ ഉള്ള കാരണം, വർഗശത്രു എന്ന് പറയുന്നൊരാശയം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ആശയങ്ങളോട് യോജിക്കാത്ത മിത്രം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ശത്രു എന്ന് പറഞ്ഞാൽ ശത്രു ഇല്ല. നിതാന്തമായ ശത്രുത കൊണ്ടു കടന്നാൽ നമ്മൾ മനോരോഗികളാവും എന്നല്ലാതെ ഒരു ഗുണവുമില്ല. MT വാസുദേവൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആരോടാണോ അസൂയപ്പെടുന്നത് അയാൾക്ക് ഒരു പരിക്കേൽക്കില്ല, മറിച്ച് അസൂയ കൊണ്ട് നിങ്ങളുടെ മനസ്സ് മലിനാകുമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല എന്ന് അസൂയയെക്കുറിച്ച് MT പറയുന്നുണ്ട്. അതുപോലെയാണ്, ഇതിലൊരു കാര്യമില്ല. ആ തരത്തിൽ പഠിച്ചാൽ മതി. വിട്ടുവീഴ്ച ചെയ്യാം. അപ്പം നമ്മൾ നുണ പറയില്ലേ? നുണ പറഞ്ഞാൽ തെറ്റാ? ഞാൻ പറയുന്നത് നുണ പറയുന്നത് തെറ്റൊന്നുമല്ല. പ്രവാചകൻ അങ്ങനെ എപ്പോഴും അങ്ങനത്തെ ഒരു സൂചനയുണ്ട്. കാരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനും മുഹമ്മദും തമ്മിൽ ചെറിയൊരു പിണക്കുണ്ടായി വിചാരിക്കുക. ആ പിണക്കം ഉണ്ടായ സമയത്ത് ഞങ്ങളൊന്ന് അടുപ്പിക്കുക. ഞങ്ങൾ തമ്മിൽ കുറച്ച് വലിയ ശത്രുതയിലാണ്. ആ സമയത്ത് GK ചെറിയൊരു നുണ പറയാം. ആരോട്? എന്നോടൊന്ന് GK ഒരു ചെറിയ നുണ പറയാം. എന്താ നുണ? ഇന്നലെ KP കേശവമേനോൻ ഹാളിൽ വെച്ചിട്ട് എൻ്റെ സുരേന്ദ്രൻ മാഷെ, നിങ്ങളെക്കുറിച്ച് എത്ര പൊന്നുപോലുള്ള വാക്കുകളാണ് ഈ മുഹമ്മദ് പറഞ്ഞതെന്നറിയോ? അപ്പയ്ക്ക് എൻ്റെ ഉള്ളിലുള്ള സംഭവം ഒന്നങ്ങ് അലിഞ്ഞില്ലാതെ, അല്ലേ? KP കേശവമേനോൻ്റെ ഹാളിൽ അതിന് പരിപാടി നടന്നില്ല. പക്ഷെ GK ചെറിയൊരു നുണ പറയാം. ആ നുണ എന്തിനാ? ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം മുറിഞ്ഞ് പോകാതിരിക്കാൻ. അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ പ്രവാചക ജീവിതത്തിൽ പരിശുദ്ധ ഹജ്ജ്, ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ എന്നോട് പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഈ അനാഥനോട് എത്തി ഒരിക്കൽ എന്നോട് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾ, ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ തന്നെ നടക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീയോട് ഇസ്ലാമിനെ കുറിച്ച് എന്തോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ എന്നോട് ചോദിക്കേണ്ട, അത് സുരേന്ദ്രൻ മാഷോട് ചോദിച്ചാൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് ഉത്തരം പറയും. ഞങ്ങളൊക്കെ ഈ പിറവി കൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മൂപ്പർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ എന്നോട് ഒന്ന് ചോദിച്ചു, എന്താണ് യത്തീം? എന്താണ് ഇപ്പോൾ ഈ മാപ്പിളാരുടെ ഇടയിൽ മാത്രം ഇങ്ങനെ യത്തീമുകൾ കൂടുന്നത്? ഒരു ദുസ്സൂചന വെച്ചിട്ടേ പറഞ്ഞത്, അല്ലേ? ഒരു ദുസ്സൂചന വെച്ചിട്ടാണ് ഈ പറഞ്ഞത്. മാപ്പിളാരുടെ കൂടുതൽ എന്തിനാ ഇങ്ങനെ ഈ അനാഥർ കൂടുന്നത്? ഞമ്മൾക്ക് നിങ്ങൾ അർത്ഥം മനസ്സിലായി. നമ്മുടെ ചരിത്രപരമായി ഇത്രയേറെ യത്തീംഖാനകൾ ഉണ്ടാകാനുള്ളൊരു കാരണം 1921 വലിയ തോതിൽ നിങ്ങളതിൻ്റെ മൊത്തം ചരിത്രം എടുത്താൽ 60,000 പുരുഷന്മാരാണ് മിസ്സിങ് മലബാറിൽ.
അങ്ങനെ വന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന JDT ഇസ്ലാം വരെ ഉണ്ടാകാനുള്ളൊരു കാരണം എന്തായിരുന്നു എന്നൊക്കെ പഠിക്കും. ഞാനിലേക്കൊന്നും പോകുന്നില്ല, ഒക്കെ പഠിക്കും നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. യതീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെ അച്ഛനമ്മമാരില്ലാത്ത, മാതാവും പിതാവും ഇല്ലാത്ത കുട്ടി എന്നതല്ല. അത് അതിൻ്റെ ചെറിയൊരർത്ഥം. ഈ അറബി വാക്കുകളിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടാവും. അതിന് നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുകയും വേണം. പ്രത്യേകിച്ചും ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പിന്നെ ബിംബാരാധനയ്ക്ക്, ബിംബങ്ങളെ വർഷിപ്പിക്കുന്നതിനെതിരാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കോണ്ടക്സ്റ്റ് പറയണം. അത് ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യുന്നത് തെറ്റാന്നാണ് പറഞ്ഞത്. അല്ലാതെ കണ്ട ഐഡൽ വർഷിപ്പ് നടത്തുന്ന ആളുകൾ പോയിട്ട് ആക്രമിക്കണം എന്നല്ല. ഇസ്ലാം മതവിശ്വാസം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഐഡൽ വർഷിപ്പ് അരുത് എന്നാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും മേലേക്ക് നമ്മൾ കാണണം. അതുപോലെ പലതരത്തിൽ അനാഥത്വം ഉണ്ടാവും, പലതരത്തിൽ അല്ലേ. വിശപ്പ് കൊണ്ട് അനാഥത്വം ഉണ്ടാവും അല്ലേ. ആ അനാഥം മാറ്റാനുള്ള കഴിയും ആഹാരം കൊടുക്കുക അല്ലേ. വസ്ത്രം കൊണ്ട് അനാഥത്വം ഉണ്ടാവും അല്ലേ. അപ്പം എന്താ വഴി? വസ്ത്രം കൊടുക്കുക. വിദ്യാഭ്യാസ രാഹിത്യം കൊണ്ട് അനാഥത്വം ഉണ്ടാവും. അപ്പം എന്താ വഴി? വിദ്യാഭ്യാസം കൊടുക്കുക. ഇനി മൊത്തം ജനത മുഴുവൻ യതീമുകളായി മാറുന്നൊരു സന്ദർഭമുണ്ട് രാജ്യത്ത്. അത് സൽഭരണമില്ലാതെയായി പോകുമ്പോൾ മൊത്തം ജനത യതീമായിട്ട് മാറും. അപ്പോൾ ആ സൽഭരണത്തിന് വേണ്ടിയിട്ടുള്ള, വിമോചനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നമ്മൾ നടത്തും. അതെന്തിനാച്ചാൽ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ സനാഥരാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ്റെ പേരാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി. എല്ലാം അങ്ങനെ കാണും. നിങ്ങൾ ചെറിയ ഇതിലൊന്നും കാണരുത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ ഹൈ സൂഫി ഇതിൽ നിന്നുകൊണ്ട് അവർ പറയുമ്പോൾ ഒരു പിറവിയിൽ തന്നെ ചില സവിശേഷതകളുള്ള കുഞ്ഞെന്ന് പറയുന്നുണ്ട്. അത് മുഹമ്മദും പറഞ്ഞു. വളരെ നമ്മളെപ്പോലുള്ള സാധാരണ ആളല്ലല്ലോ, ആവില്ലല്ലോ, ഉറപ്പല്ലേ. വളരെ കോടാനുകൂടി മനുഷ്യരെ അദ്ദേഹം സ്വാധീനിക്കാനുള്ള കാരണം അതാണ്. ഈ മാർട്ടിൻ ലിങ്സിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് മുഹമ്മദിനെ കുറിച്ചുള്ള നല്ല രസന. ഹലീമ ബീവി ഈ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് ദത്തെടുക്കലില്ല. അതെന്താ വെച്ചാൽ നല്ല ട്രെയിനേഴ്സ് ആ കാലത്തുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഈ മക്കത്ത് ഈ സെറ്റിൽമെൻറ്റ് തുടങ്ങിയപ്പോൾ ജനവാസം, ചെറിയ തോതിലുള്ള ജനവാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ തൊട്ടാണ് അതുവരെ നൊമാഡിക് ആയിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ അവിടെ സെറ്റിൽമെൻറ്റ് തുടങ്ങുന്നു. കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ട് ചെറിയ ഗൃഹങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നു. അതൊക്കെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മരുഭൂമിൻ്റെ വന്യത, അതിൻ്റെ സൗന്ദര്യം, അവരുടെ കാറ്റ്, ഇതൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകാതെ പോകുന്ന സമയത്ത് ആണ് ഇവർ ഒരു 7-8 വയസ്സ് വരെ ഒരു പോറ്റമ്മയുടെ കൂടെ കുഞ്ഞുങ്ങളെ വിടുന്ന ഒരു രീതി ആ കാലഘട്ടത്തിൽ ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാത്രമല്ല, നല്ല ഭാഷണം പഠിപ്പിക്കുക, നല്ല പെരുമാറ്റ രീതികൾ പഠിപ്പിക്കുക. ഇന്നത്തെ നമ്മുടെ നഴ്സറി ടീച്ചർമാർ ചെയ്യുന്നില്ലേ അതേപോലുള്ള പണി. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഗോത്ര സമൂഹം അതിൽ വളരെ പ്രഗത്ഭരായിരുന്നു. അതിൽപ്പെട്ട ആ ഗോത്ര സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ ഹലീമ ബീവി. അപ്പോഴാണ് വരിക. അപ്പോൾ വരുമ്പോൾ പറയുന്നുണ്ട്, അത് ആർട്ടിലിങ്സ് പറയുന്നത് വളരെ കൗതുകമായിട്ട്, അത് ഭയങ്കര പോയറ്റിക്കായിട്ടുള്ള കേട്ടോ മുഹമ്മദ്. ഇതൊരു പോയറ്റിക്കായിട്ടുള്ള ഒരു ആഖ്യാനം എന്നറിയോ. വരുന്ന സമയത്ത് എന്താ കാണുന്നത്? ഒരു ചടച്ച ഒട്ടകമുണ്ട്, അതിന് പാലില്ല. ഒരു ഗോവർക്കെഴുതുണ്ട്, അതാണെങ്കിൽ ചടച്ച് നിൽക്കുക. അതിൻ്റെ മേലെ ആണ് കുറച്ച് സംഘം. ഏതാണ് കാട്ടുപാതയിലൂടെ തായിഫിൽ നിന്ന് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ തായിഫിലുള്ള എൻ്റെ യാത്രക്കിടയിൽ ആ പഴയ വഴി, മക്കത്തേക്കുള്ള ആ പഴയ പാതയുടെ ചില ശേഷിപ്പുകൾ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ കൂടെ വരുന്നത്. അപ്പോൾ ഈ പുല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കാതെ, പുല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നു. ഒട്ടകത്തിന് പാലില്ല. ഹലീമ ബീയുടെ മുലകളിലും പാലില്ല. അതാണ് വരൾച്ച. അതൊരു ഭയങ്കര പ്രതീകമായിട്ടാണ് എടുക്കുന്നത്. വരണ്ട് കിടക്കാണ്, എല്ലാ അർത്ഥത്തിലും വരണ്ട് പോയി. അവിടെ ചെല്ലുന്നു. ഒരുമാതിരി പ്രതാപികളായ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും കൊണ്ടുപോയി. പിന്നെ ഉള്ളത് ഈ കുഞ്ഞാണ്. ആ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും വരുമ്പോൾ ഈ മുഹമ്മദ് അസദ് പറയുന്നു, ആ വരണ്ട പുല്ല്, ആ പുൽക്കാടുകളൊക്കെ ഹരിതാപമായി മാറി. ഒട്ടകത്തെ കടന്ന ഇഷ്ടം പോലെ പാല് കിട്ടി. പിന്നെയോ ഹലീമ ബീവിയുടെ
സ്ഥലങ്ങളിങ്ങനെ നിറഞ്ഞ് നിന്നു എന്ന്. ഇത് ഒരു കുഞ്ഞിൻ്റെ ഒരു സവിശേഷത കൂടിയായിട്ട്, ആ കുഞ്ഞിൻ്റെ ഒരു സവിശേഷത കൂടിയായിട്ട് പറഞ്ഞു. ആ തരത്തിലുള്ള അനേക വായനകൾ നടത്തുന്നുണ്ട്. എല്ലാ തരത്തിലും നടക്കട്ടെ എന്നാണ് ഞാൻ പറയാം. ഞാനിതിനൊന്നും തർക്കിക്കാൻ പോകാറില്ല. കാരണം പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കാവ്യഭാവനകൾ അവരുണ്ടാക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത്. അപ്പോൾ ആ തരത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ, ആലോചനകളൊക്കെ നടന്നതായിട്ട് കാണാൻ പറ്റും. നീതിയുടെ വിഷയമുണ്ട്, വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. കിണർ അല്ലേ, ഒരു കിണറിലെ തർക്കം വരുമ്പോൾ അത് വളരെ പ്രധാന കാര്യം. ഒരു കിണറിലെ വെള്ളത്തെക്കുറിച്ച് കിണറിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ അറേബ്യയിൽ പോകണം. ഒരു കിണറൊക്കെ വറ്റിപ്പോയാൽ ആ പ്രദേശം ഉപേക്ഷിച്ച് പോയതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ എത്രയോ പ്രേത പട്ടണങ്ങൾ എൻ്റെ അറേബ്യൻ യാത്രക്കിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര പ്രാധാന്യം. അപ്പോൾ ഒരു കിണറിനെ സംബന്ധിച്ചിടത്തോളം അതിലെ വെള്ളത്തിൻ്റെ തർക്കം വരുന്ന സമയത്ത് പ്രവാചകൻ എടുക്കുന്ന ഒരു സമീപനം എന്താ വെച്ചാൽ, ആ കിണറുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ടാവും. അറേബ്യയിലെ കിണറുണ്ടല്ലോ, വലിയ പ്രയാസം തന്നെയാണ് അങ്ങനത്തെ കിണറുണ്ടാക്കാൻ. അപ്പോൾ ആ കിണറുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഉടമസ്ഥൻ ആരാവട്ടെ അയാൾ പണം ചെലവഴിച്ചിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നഷ്ടങ്ങൾ പറ്റുമല്ലോ. അവിടെ പ്രവാചകൻ ചെയ്തത് ആ കിണർ വിലയ്ക്ക് വാങ്ങി അത് എല്ലാവർക്കും വെള്ളമെടുത്ത് കുടിക്കാനായി അതിനെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ആർക്കൊരു നഷ്ടം വരിക. ഈ ഒരു മാധ്യമിക ദർശനം, ഞാൻ ബുദ്ധനും പ്രവാചകനായിട്ട് മുഹമ്മദ് നബിയിലെ ഈ മാധ്യമിക ദർശനം ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാറ്റിനും ഒരു മിതത്വമുണ്ട്. ആഹാരം കഴിക്കുന്നതിന് കേട്ടോ, ആഹാരം കഴിക്കുന്നതിലുണ്ട്, എല്ലാറ്റും ഉണ്ട്. ഒരിക്കലും ജീവിതത്തിൻ്റെ വലിയ അധികാരങ്ങൾ കിട്ടുമ്പോൾ പോലും അതിൽ മതോന്മത്തനായി അദ്ദേഹം ജീവിച്ചതായി പറയാൻ ഒക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ കറുത്തവരോട്, അരികുവൽക്കരിക്കപ്പെട്ടവരോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ സ്നേഹവും കാരുണ്യവും തന്നെ. അതെപ്പോഴല്ല, അലമീൻ എന്നുള്ള വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ, വിശ്വസ്തൻ. കാരണം ഈ കച്ചവട സമൂഹത്തിൽ അത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ കച്ചവടം നിൽക്കില്ല. അതുകൊണ്ടാണ് ഖദീജ ബീവിൻ്റെ കച്ചവട സംഘത്തെയും കൊണ്ടുള്ള യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ലാഭം ഉണ്ടായത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുക കയ്യിൻ്റെ വറക്കത്ത് എന്നല്ല, അതുമാത്രമല്ല, മറിച്ച് സത്യസന്ധമായ കണക്ക് യജമാനത്തി ആരാണോ അവരെ ഏൽപ്പിച്ചു എന്നുള്ള ആ വ്യക്തി വൈശിഷ്ട്യത്തിലേക്ക് ആകൃഷ്ടയായിട്ടാണ് ആ വിവാഹ ആലോചനയിലേക്ക് അവർ എത്തുന്നതിൻ്റെ കാരണം ഈ പേഴ്സണാലിറ്റി അല്ലാതെ, ആ പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതയല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, സമീപനങ്ങൾ. അതുകൊണ്ടാണ് അല്ലമീൻ എന്ന് വളരെ കൗമാരകാലത്ത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമായി അദ്ദേഹം മാറുന്നുണ്ട്. അത് വളരെ പ്രധാനമായ കാര്യം. നമ്മൾ പറയുന്ന പോലെ ജാതിക്കും മതത്തിനും ഒരു പ്രാധാന്യമില്ല ഇസ്ലാമിൽ. ഒരാളും പിറവി കൊണ്ട് മഹത്വം ഉണ്ടാകുന്നില്ല, പ്രവർത്തനം കൊണ്ടാണ്, കർമ്മം കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ബുദ്ധനും പറഞ്ഞത് കർമ്മ സിദ്ധാന്തത്തിലാണ് ബുദ്ധൻ നിന്നത്. അതുകൊണ്ട് പഠിക്കപ്പെടേണ്ടതാണ്. ബുദ്ധനെയും പ്രവാചകനെയും കുറിച്ചുള്ള ഒത്തിരി സാമ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കപ്പെടണം. കാരണം സിദ്ധാർത്ഥ ഗൗതമൻ്റെ പുത്രൻ രാഹുലൻ്റെ ഒപ്പം ഒരു ദളിത് ബാലൻ കൂടി ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്നും ആ ദളിത് ബാലനെ പ്രവാചകൻ ഒരു സാധാരണ ഗൃഹത്തിൽ നിന്ന് ഒരു കാലിമേക്കുന്ന ഒരു കുട്ടീനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മകനോടൊപ്പം ആശ്രമത്തിൽ വളർത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അത് തിജ്നത്ത് ഹാൻ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ബുദ്ധമത പണ്ഡിതൻ, ബുദ്ധിസ്റ്റ് മോങ്ക് കൂടിയായിട്ടുള്ള വിയറ്റ്നാംകാരൻ്റെ ഓൾഡ് പാത്ത് വൈറ്റ് ക്ലൗഡ്സ് എന്ന് പറയുന്ന മനോഹരമായ പുസ്തകത്തിൽ അത്തരത്തിലുള്ള ആഖ്യാനം കൊണ്ടുവരുന്നത്. പ്രവാചകനായ തിരുനബി അത് തന്നെ. ഈ കീഴാളർ ബിലാലും പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഏറ്റവും ആകർഷിച്ചുള്ള ഒരു സന്ദർഭം അത്. ആ ബിലാലിനെ പരിഗണിക്കുന്നത്, കറുത്തവരെ പരിഗണിക്കുന്നത്. തായിഫ് വെച്ചുള്ള യുദ്ധം, ആ ഗോത്രവർഗ്ഗക്കാരുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ്റെ ഭാഗത്തു നിന്നൊരു കൽപ്പന വരികയാണ്, ആ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഒപ്പമുള്ള അടിമകളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളെ വിമോചിപ്പിക്കാം.
ആ യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞാൽ ടി ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഗോത്രവർഗ്ഗക്കാർ പിന്നീട് പ്രവാചകനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ അടിമകളെ തിരിച്ചു തരണം. അത് മാത്രം പറ്റില്ല. ബാക്കി ഒട്ടകത്തെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവൊക്കെ പിടിച്ചു കൊടുക്കാം. പക്ഷേ ഈ അടിമകളെ തിരിച്ചു തരാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? അവരടിമകളല്ല. വിമോചിതരായ ആളുകളെ വീണ്ടും അടിമകളായി നിങ്ങൾക്ക് മടക്കി തരിക അസാധ്യമാണ് എന്ന് പ്രവാചകൻ പറയുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ കറുത്തവരോട്, അരികുവൽക്കരിക്കപ്പെടുന്നവരോട്. അത് 1921 ഈ പറയുന്ന മണ്ണാർക്കാട് വെച്ചിട്ട് പള്ളിക്കുറുപ്പിലെ ഒരു പ്രശ്നം വന്നപ്പോൾ വലിയ ചർച്ച, ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. അവിടെ വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നല്ലോ, ഒരു ദളിത് സ്ത്രീനെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ അപമാനിച്ചു. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവസാനം വാര്യംകുന്നത്തിൻ്റെ പിതാവ് മൊയ്തീൻ കുട്ടി ഹാജിയുടെ അടുത്തേക്ക് ഈ വിഷയം കടന്നു വന്നു. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ഒരു ഹിന്ദു സ്ത്രീ, എന്തായാലും ദളിതാണെങ്കിൽ ഹിന്ദു സ്ത്രീയല്ലേ, അപ്പോൾ അവർ വിഷയത്തിൽ നമ്മൾ മുസൽമാന്മാർ ഇടപെടാൻ പാടുണ്ടോ എന്ന ചർച്ചയൊക്കെ വന്നപ്പോൾ അവസാനം തീരുമാനമായത് ഒരു നല്ല മുസൽമാൻ അപമാനിക്കപ്പെട്ട സ്ത്രീക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അവർക്ക് നീതി കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കേണ്ടത് എന്ന ആശയത്തിലേക്ക് വരികയും അത് പള്ളിക്കുറുപ്പിലെ യുദ്ധമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ പഠിക്കുക, പ്രവാചകനെക്കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രപരമായി പഠിക്കുക, നരവംശാസ്ത്രപരമായിട്ട് പഠിക്കുക, ഇങ്ങനെയെല്ലാം പഠിക്കുക. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്ന് പഠിക്കുക. എല്ലാം പഠിപ്പിച്ചുകൊണ്ട് നടക്കട്ടെ. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ബഹുസ്വര സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വെറുപ്പും വിദ്വേഷമൊക്കെ ഒന്ന് മാഞ്ഞു പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ആദാനപ്രദാനങ്ങൾ നടക്കണം. ആ ആദാനപ്രദാനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഡയലോഗ് സെൻറ്റർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി, മതം ജാതിയൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും വേണ്ടി ഈ ഓൺലൈൻ ക്വിസ് നടത്തി 10,000 പേര് പങ്കെടുത്ത് അതിനുള്ള സമ്മാനമാണ് വിതരണം ചെയ്യുന്നത്. ഭാവിയിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരന്മാരോടും കൂട്ടുകാരികളോടൊക്കെ പറയുക, അടുത്ത വർഷം ഇത് 10,000 20,000 ഒക്കെ ആയിട്ട് മാറാനും ഇതൊരു വലിയ തരംഗമായിട്ട് മാറാനും ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമ്മാനം കിട്ടിയവർക്കും പിന്നെ എന്താ പറയുക പ്രോത്സാഹന സമ്മാനം മേടിക്കുന്നവർക്കൊക്കെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഡയലോഗ് സെൻറ്ററിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഈ സായാഹ്നത്തിൽ ഇവിടെ ഒന്ന് സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി.